ഇവിടെ നിൽക്കുവാണോ? ആ ഞാൻ പോയാലോ? ആ എൻ്റെ വരുത്തോരാലും വരുന്നവരോ? എന്നാലും നിങ്ങൾ കൂടെ ജീവിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെരുപ്പൊക്കെ ഇട്ടാണോ കിടക്കണേ? ചെരുപ്പൊക്കെ ഇട്ടാണ്ടോണോ കിടന്നത്? ചെരുപ്പേ കേട്ടോണ്ടാണോ കിടക്കണേന്ന്? ബാഗൊക്കെ പല്ല് കേക്ക്. മനസ്സിലായി. ചെരുപ്പില്ലേ കാലയിലേ ചെരുപ്പ് കിടക്കുന്ന കണ്ടില്ലേ? കേട്ടോണ്ടാണോ കിടന്നതെന്നാണ് ചോദിച്ചേ. ആ ഇപ്പം എന്തിനാ കട്ടിലെ കിടക്കുമ്പോൾ എന്തിനാ ചെരുപ്പിടുന്നേ? കട്ടിലേക്ക് കിടക്കുമ്പോൾ എന്തിനാ ചെരുപ്പിടുന്നേ? കട്ടിലേലേ കിടക്കുമ്പോൾ ചെരുപ്പിടേണ്ട കാര്യമുണ്ടോ? ഏ ഓ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചെരുപ്പയിലുള്ള അഴുക്കെല്ലാം കട്ടിലേ പറ്റില്ല. എങ്ങും പോയില്ല, വലുതൊക്കെ പൊൽപ്പൊടി കേട്ട് വന്നാ. എങ്ങും പോയതല്ല, അമ്മേനെ അടുത്തോട്ട് വന്നല്ലേ. അമ്മയുടെ അടുത്തോട്ട് വന്നതാന്ന്. എലിക്കുട്ടിക്ക് കാപ്പി തരണ്ടേ? കാപ്പി കുടിക്കാൻ സമയമായി. ആ ബാ പല്ല് തേക്ക്. കാപ്പി ഇവിടെ ഉണ്ടാക്കിയതല്ലേ, മേടിക്കണതിനകത്തിനാ. കാപ്പി നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എല്ലാവരും ഉണ്ട്. ആ ഏക്ക് പല്ല് തേക്ക്. പിന്നെ ബാ ഏക്ക് ഏക്ക് എന്നാ പൽപ്പൊടി പല്ല് തേക്ക്. ബാ ഏക്ക്. എല്ലാവരും ഇവിടെ ഉണ്ട്. ആ ആ കുടുംബം അടച്ചുണ്ട്. എവിടെ എവിടെയാ കൊണ്ടുപോകണ്ടേ? ഏത് വീട്ടിലെ? എലിക്കുട്ടിയുടെ വീടേതാ അതിന്? ആ ഇവിടെ താമസിക്കാനാ. ഇവിടെ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇനി നമുക്ക് ഇവിടെയുള്ളൂ താമസമുള്ളൂ, വേറെ എങ്ങും താമസമില്ല. ഈ ഒരു എവിടെ ആര് നമ്മൾ താമസിക്കുന്നിടത്തോ? ആര് താമസിക്കുന്നിടത്ത്? ഇല്ല. ആ ചുമ്മാ ഇട്ടേക്കുവാ. പെരയെല്ലാം പൊളിച്ച് കളഞ്ഞു. അത് താമസിക്കാൻ കൊള്ളിയില്ലാതെ. അവിടെ ആരും താമസിക്കാൻ ഇല്ലല്ലോ. ആരും താമസിക്കാൻ ഇല്ലല്ലോ, അതുകൊണ്ട് പൊളിച്ച് കളഞ്ഞു. അവരൊക്കെ വേറെ സ്ഥലം വഴിയാ. ഓരോരോ സ്ഥലം വഴി പോയി താമസിക്കുക. ആ ജോലിയാ. എൻ്റെ വീടെല്ലാം പോയി. ആ വീടെല്ലാം കേടായിപ്പോയി. ചോർച്ച. ആ പിള്ളേരും പോയി. ചോർച്ചയൊക്കെയാ, അതുകൊണ്ട് അവർ പൊളിച്ച് കളഞ്ഞു. ആ കാരണന്മാരൊക്കെ പോയി, നേരത്തെ പോയി. അവർക്ക് പല സ്ഥലം വഴിയാ. ഡൽഹിയിൽ പല സ്ഥലം വഴിയാ. ആ പഞ്ചാബിലെ ഡൽഹിയിലൊക്കെയാ. പിന്നെ എന്നാ ഒരു കുഴപ്പമില്ല. ആ പഞ്ചാബൊക്കെ നല്ല സ്ഥലമാണ്. ജോലി വേണം ജീവിക്കാൻ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് പോയിട്ടുണ്ട്. ആ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേരുണ്ട്. അവിടെ കുടുംബതാമസമുള്ള. ആ നമ്മുടെ എൽസിയുടെ ചേട്ടനൊക്കെ എവിടെയല്ലേ, സണ്ണിച്ചേട്ടനൊക്കെ ഇന്നാളെ വന്നതല്ലേ, മരി ചേച്ചി സണ്ണിച്ചേട്ടനൊക്കെ. ആ അവരൊക്കെ പഞ്ചാബിലാണ്. കാരണന്മാരൊക്കെ ഉണ്ടോ? ആർക്ക്? ആർക്കാ? ആ കാർന്നോത്തിയുണ്ട്. ആ പിന്നെന്തിനാ ഞാൻ പോകുന്നേ? ആര്? ആ കാരണന്മാരോടെ താമസിക്കാനാ ഇങ്ങനെ പോന്നേ. കാരണന്മാരോടെ താമസിക്കാനാ ഇങ്ങനെ പോന്നേ. താമസിക്കാനാന്നേ പോന്നത്. എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞോ? ആ പിന്നെ അവര് ആ
പഞ്ചാബിന് പോകുന്നുണ്ടോ? ഉം? അമ്മ പോകുന്നുണ്ടോ? ഉം? പഞ്ചാബിന് പോകുന്നുണ്ടോ? പഞ്ചാബിലോ? ആ ഞാനൊന്നുമില്ല. ആ പിന്നെ എങ്ങനെ? അവർ തന്നെയല്ലോ. ആ അവർ തന്നെ ഉള്ളൂ. വീട്ടിൽ നിന്ന് വല്ലതുണ്ടോ? വീട്ടിൽ നിന്ന് ആരുമില്ല. വീട്ടിലാരാ? വീട്ടിൽ ജോമോളൊക്കെ ഉണ്ട്. ഏ? ജോമോളും ജോമോനൊക്കെ ഉണ്ട്. അവരൊക്കെ പോയപ്പോൾ വീട്ടിലാരാ ഉള്ളത്? ജോമോളും ജോമോനൊക്കെ ഉണ്ടെന്നേ. ഞങ്ങൾ പോകാനോ? അമ്മ പോരുന്നുണ്ടോ? ഏ? അമ്മ പോരുന്നുണ്ടോ? ട്രെയിന് പോകണം. ഏ? ട്രെയിനേ കയറി പോകണം. എന്നാ? ട്രെയിനില്ലേ ട്രെയിൻ. എന്നാ? ട്രെയിനേ ഉം? ട്രെയിനേ കയറി വേണം പോകാൻ. അല്ല എങ്ങോട്ടാ പോണം? പഞ്ചാബിന് പോണ കാര്യമല്ലേ പറഞ്ഞേ? ഏ? പഞ്ചാബിന് പോണ കാര്യമല്ലേ പറഞ്ഞേ? ആ? ആ അത് ട്രെയിനേ കയറണം. അവിടെ ട്രെയിനേ കയറിയേ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും കൂടെ പോകണം. ട്രെയിനില്ലേ ട്രെയിൻ. ഏ? ട്രെയിനേ കയറണം. ഏലിയമ്മയോ? ട്രെയിൻ ട്രെയിൻ ഏ? ട്രെയിനില്ലേ ട്രെയിൻ. ആ എനിക്കൊന്നും മനസ്സിലാവും. ആ ട്രെയിനേ കയറണം. ട്രെയിനിൽ കയറണോ? ആ പോകാനോ? ആ അല്ലാതെ വണ്ടിയിലൊന്നും പോകത്തില്ല. ആ അത് ഒത്തിരി ദൂരമോ പെട്ടെന്ന് ഇരിയില്ല. ട്രെയിനേ കയറിയാലേ പെട്ടെന്ന് ഇല്ലുള്ളൂ. എന്നാലും 3-4 ദിവസം എടുക്കും. അപ്പോൾ ആരൊക്കെയാ പോകണം? ആരൊക്കെയാ പോരണ്ടേ? ഏ? ആരൊക്കെയാ പോരണ്ടേ? ആ എനിക്കറിയട്ടെ. ആ എലിക്കുട്ടി പോരുന്നുണ്ടോ? എനിക്കിതൊന്നും അറിയത്തില്ല. എലിക്കുട്ടി പോരുന്നുണ്ടോ? ഏ? എലിക്കുട്ടി പോരുന്നുണ്ടോ? ഞാൻ പോലെ. ഇല്ലേ? ഇപ്പം തന്നെ ഇവിടെ നിന്നോളൂ. ഏ? തന്നെ ഇവിടെ നിന്നോളൂ. തന്നെ ഇവിടെ നിന്നോളൂ. ഇവിടെ വേറെ ആൾക്കാരില്ല. വേറെ ആരാ ഉള്ളേ? പിന്നെ ആരൊക്കെയാ ഉള്ളേ? എൻ്റെ ചേട്ടന്മാരും ചേട്ടന്മാരൊക്കെ ഇല്ലേ? ചേർത്തിമാർ ചേട്ടന്മാരൊന്നുമില്ല. അവരവിടെ പോയി. അവരൊക്കെ മരിച്ചുപോയി. അവിടെ പോയി. അവരൊക്കെ സ്വർഗത്തിൽ പോയി. ഏ? സ്വർഗത്തിലോട്ട് പോയി. സ്വർഗത്തിലോട്ടോ? ആ പിന്നെ അതെ. പിന്നെ ഞാനെത്തും ഉണ്ടായപ്പോൾ അവർക്ക് വരാം. ആ അമ്മ ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു. അമ്മ വലുതായി വന്നപ്പോൾ അവരൊക്കെ പോയി. എനിക്കൊന്നും അത് ഞാനത് വിശ്വസിക്കില്ല. ഇല്ലേ? ഉം. ആഹാ അങ്ങനെ വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഏ? വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ല. എന്നാ ബാ കാപ്പി എടുത്തു തരാം. ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ഞാനുണ്ട്. ഇല്ലേ? ഞാനുണ്ട്. നീളമുള്ളവരാ അതിനാ ഇവിടുത്തെ കാര്യം വരുന്നത്. ഇവിടുത്തെ കാര്യമെല്ലാം നടക്കും. നമ്മൾ രണ്ടുപേരും പോരെ? ഏ? നമ്മൾ രണ്ടുപേരും പോരെ? നിങ്ങൾ നമ്മൾ രണ്ടുപേരും പോരെ? ഞാനാ ആ എലിക്കുട്ടി എന്തെല്ലാം ചെയ്യാനുണ്ട്? എലിക്കുട്ടിക്ക് എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട്? നീ എങ്ങോട്ടാ ആ വാ മുടിയൊക്കെ ഒന്ന് ചെയ്യൂ സെറ്റാക്കട്ടെ. ഏ? ഏ നീ എങ്ങോട്ടാ പോകണം? ഇച്ചിരി കഴിയുമ്പോൾ ഇതെല്ലാം പോവും. അപ്പോൾ പിന്നെയും കിടക്കുമ്പോൾ നീ എങ്ങോട്ടാ പോകണം? ഞാനോ? ഞാനെങ്ങും പോണില്ല. ഞാനിവിടെ എലിക്കുട്ടിയുടെ കൂടെ ഇല്ലേ. എങ്ങോട്ടും പോകാൻ പറ്റുമോ? ഇവിടെ നിൽക്കുവാണോ? ആ വീട്ടിലോട്ട് പോകണ്ടേ? വീട് ഇതാ അന്നേ. ഏ? ഏത് വീട്ടിൽ പോകാനാ? അമ്മയും ചാച്ചനൊക്കെ ഉള്ളതല്ലേ? അമ്മയും ചാച്ചനൊക്കെ ഇവിടെയാ. ഇവിടെയുള്ള അമ്മയും ചാച്ചനൊക്കെ ഉള്ളൂ. ഏ? ഇവിടെയുള്ള അമ്മയും ചാച്ചനൊക്കെ ഉള്ളൂ. അത് തന്നെ ഇവിടെ ആയാലോ? ഇവിടെ ആയതുകൊണ്ടോ? ആ അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ അമ്മയും ചാച്ചനുള്ളപ്പോൾ ഇവിടെയല്ലേ നമ്മൾ നിൽക്കണേ. എനിക്കിതൊന്നും അറിയത്തില്ല. ആ എന്നാൽ ഞാനിപ്പോൾ കാപ്പി എടുത്ത് തരാം. ആരെങ്കിലും പോകണമില്ല. എനിക്കായിട്ട് അറിയത്തില്ല. ആ ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ഉണ്ട്. ഏ? ഇവിടെ എല്ലാവരും ഉണ്ട്. ഉണ്ടോ? ആ ആരാ? ഞാനില്ലേ? നീ ഉള്ളതുകൊണ്ടല്ല. അതിനാ? കുടുംബം ജീവിക്കുന്നത് വേണ്ടേ? അതാരാ? വേറെ ആരാ വേണ്ടേ? പെണ്ണുങ്ങളോ ആണുങ്ങളോ ഓ ഒത്തിരി പെണ്ണുങ്ങൾ എന്നാത്തിനാ? കുടുംബമായിട്ട് പോകണമെങ്കിൽ എല്ലാവരും വേണം. വേണോ? എല്ലാ കൂട്ടം വേണമല്ല. ആ പെണ്ണുങ്ങളും വേണോ? ഇപ്പം പെണ്ണുങ്ങളൊക്കെ അലമ്പല്ലേ? ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളൊക്കെ അലമ്പല്ലേ? വഴക്കുണ്ടാക്കുമല്ലേ? അമ്മമാരോടൊക്കെ വഴക്കല്ലേ ഉണ്ടാക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങൾ വേണോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ എല്ലാം ഉണ്ട്. അമ്മയ്ക്ക് എന്നാക്കിയാ വേണ്ടേ? അമ്മയ്ക്ക് എന്നാക്കിയാ വേണ്ടേ? എനിക്കിതൊന്നും അറിയത്തില്ല. കാപ്പി എടുത്തു തരാം. കുടുംബമായിട്ടുള്ള കാര്യം അതൊക്കെ കാരണവന്മാരോട് ചോദിക്കണം.
അമ്മമാർക്കല്ലേ എലിക്കുട്ടിക്ക് അറിയത്തില്ലേ കുടുംബത്തിലെ കാര്യങ്ങൾ? കാരണന്മാരോടും അവരുടെ മക്കളോടും എന്തെങ്കിലും മാത്രമല്ല അറിയാൻ പറ്റുമോ? പൂച്ച മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? എലിക്കുട്ടിക്ക് അറിയുന്നില്ലേ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയിക്കാന്നുള്ളത്? അതാണ് ഒച്ചയെടുക്കണം. അതാണ് ഒച്ചയെടുക്കണം. അതാരാ? ഇവിടുത്തെ പട്ടിക്കൂട്ടനാ. അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇരുന്നു ബാ, ഒന്ന് കഴിക്കാൻ ബാ. കഴിക്കൂ, ഒന്ന് കഴിക്കൂ ബാ. ഞാൻ കഴിക്കലില്ല. അതിനാ കഴിക്കാത്ത? അവർ വരുമ്പോൾ കുറ്റം പറഞ്ഞു. ആര്? അവരിങ്ങോട്ട് വരികയല്ലേ. അവരൊന്ന് കുറ്റം പറയോ? അവർ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. അതിനതിന് അവർക്ക് വരുമ്പോൾ തിന്നാൻ ഉള്ള സാധനമല്ലേ. അയ്യോ, അതെങ്ങനെയാ എലിക്കുട്ടിക്ക് വെച്ചിരിക്കുന്നത്? അവർ വരുമ്പോൾ തിന്നാൻ എങ്ങനെയാ? അവർക്ക് വേറെ ഉണ്ട്. അവരൊക്കെ കഴിച്ചിട്ട് പോയത്. അവരൊക്കെ കഴിച്ചതാ. ആണോ? ആ, എനിക്ക് വെച്ചും ആ, അത് എലിക്കുട്ടിക്ക് പ്രത്യേകമായിട്ട് വെച്ചിരിക്കുന്ന അത് മരുന്നാ. ആ, പഴം ആ കഴിച്ചോ. ഇരുന്ന് കഴിക്കേ, ഇരുന്ന് കഴിക്കേ. കസര ഇരിക്കേ. ഇതൊക്കെ അവർ പുഴുങ്ങി വെച്ചേം പോയതാണോ? ആ, പുഴുങ്ങി വെച്ചതാ. കസര ഇരുന്ന് കഴിക്കേ. കസര ഇരിക്കാനേ. അങ്ങനെ കഴിച്ചാൽ എങ്ങനെ ശരിയാണ്? ഇങ്ങോട്ട് വരുമോ? ഒക്കെ വരും, എല്ലാവരും വരും. എലിക്കുട്ടീനെ ഇട്ടിട്ട് ആരും പോയില്ല കേട്ടോ. എലിക്കുട്ടീനെ ഇട്ടിട്ടേ ആരും എങ്ങും പോയില്ല. കൊണ്ടുപോയല്ലേ? അല്ല, എങ്ങും പോയില്ലെന്ന്, ഇട്ടിട്ട് പോയില്ലെന്ന്. പോയല്ലേ? എലിക്കുട്ടീനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. കൊണ്ടുപോകും. പിന്നെ എവിടെയെല്ലാം കൊണ്ടുപോയേക്കണം? എവിടെയൊക്കെയാ പോകണ്ടേ? ഞാൻ തന്നെ കിടക്കണം. ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ആ, അതല്ലേ പറഞ്ഞു. അതന്നെ ജീവിക്കാൻ പറ്റുമോ? എന്നാ ചെയ്യാൻ പറ്റും? എൻ്റെ കാരണന്മാരൊക്കെ എവിടെയാണ്? കാരണന്മാരൊക്കെ സ്വർഗത്തിലാ. സ്വർഗത്തിലാ. ഞാൻ പോയോ? പിന്നെ കാരണന്മാരൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ പോകണ്ടേ? എന്നും ഒരേപോലെ നിൽക്കാൻ പറ്റുമോ? അവരുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് അവർ പോവും. ആ, അവർക്കൊരു ദൗത്യമുണ്ട്, അത് പൂർത്തിയാക്കിയിട്ട് അവർ പോവും. എല്ലാ മനുഷ്യരുടെയും കാര്യം അങ്ങനെയല്ലേ? അത് നമ്മുടെ ജാക്കൂട്ടനാണ്. നമ്മുടെ ജാക്കു ഇല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? നീയാണോ? ആ, നല്ലതാണോ? ആ, ഞാൻ ഉണ്ടാക്കിയ പോരെ? ഇനി ഞാൻ ഉണ്ടാക്കിയ പോരെ? ഇനി ഞാൻ ഉണ്ടാക്കിയ പോരെ? പിന്നെ വേറെ ആളുടെ ആവശ്യമില്ലല്ലോ. വേറെ പെണ്ണുങ്ങളെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്നതാണ് ടീച്ചറെ? എന്നാ ചൂടുവെള്ളം? ചൂടുവെള്ളം. ഇത് ചൂടുവെള്ളം, ചൂടാക്കി തണുത്തതാ. പച്ചവെള്ളമല്ല, ചൂടാക്കി തണുത്ത വെള്ളാന്നേ. ചൂടോ? ആ, ചൂടൊന്നുമില്ല. ആ, അത് തണുത്തതാ. ചൂടുണ്ടായിരുന്നാ? അത് നമ്മുടെ ജാക്കുപ്പട്ടി. കുഞ്ഞു പട്ടിയില്ലേ അവിടുത്തെ? പട്ടി പട്ടി പള്ളിയോ? പട്ടിയില്ലേ നമ്മുടെ ജാക്കുപ്പട്ടിയില്ലേ? ആ, നമ്മുടെ പുറകെ കിടക്കുന്ന ജാക്കുപ്പട്ടിയില്ലേ? അവനാ. ആ, അവന് തീറ്റ കൊടുക്കണം പറഞ്ഞു. അവന് ഇച്ചിരി തീറ്റ മതി, നേരം വിളിക്കുമ്പോഴാണ് തിന്നണം. പിന്നെ പെണ്ണുങ്ങളും പിള്ളേരൊക്കെ ഉണ്ട്. എന്തിനാ പെണ്ണുങ്ങളും പിള്ളേരൊക്കെ?
അവരൊക്കെ ഒരു താമസമുള്ളതാണ്. പിന്നെ നിങ്ങളുടെ പിള്ളേരെ ആവശ്യമുണ്ടോ? നമ്മളെ രണ്ടുപേരും പോരെ? പിള്ളേർ എത്രയുണ്ട്? പിള്ളേർ 2-3 പേരുണ്ട്. അതാ പെണ്ണുങ്ങൾ. പെണ്ണുങ്ങൾ എലിക്കുട്ടി. എലിക്കുട്ടി. അമ്മയുണ്ട്. അമ്മ അമ്മ എലിക്കുട്ടിയാ. എലിക്കുട്ടി അമ്മയുള്ള പോരെ? എലിക്കുട്ടി അമ്മയുണ്ട് പോരെ? അങ്ങനെ ചെയ്യാൻ അതിനാ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്ന? എനിക്ക് പ്രായമില്ല, എന്നെക്കൊണ്ട് വല്ല പറ്റും. ആഹാ, പിന്നെ ആരാ ചെയ്യണേ? അത് കഴിക്കും പെട്ടെന്ന്, വെള്ളം കൂടെ കുടിക്കാതെ കഴിക്കും. അവരിങ്ങോട്ട് വരുമോ? ആ വരുമെന്നേ, അവരെല്ലാവരും വരും. കൊണ്ടുപോകാൻ പറ്റാണോ? അല്ലല്ല, ഇവിടെ താമസിക്കാൻ പറ്റാ. ആണോ? കഴിക്കുക അമ്മ, അത് കഴിക്കും. അപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണോ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ആ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ആ പഴമായിട്ട് ബീച്ച് കഴിക്കേ. പഴമായിട്ട് ബീച്ച് കഴിക്കാൻ അറിയാവുന്നതാണല്ലോ അമ്മ. എന്താണ് അങ്ങനെ ഇങ്ങോട്ട് വരുമോ? ആരാ? ആരെങ്കിലും വരുമോ? ആരെങ്കിലും വരണോ? ആരെങ്കിലും വരണോ? ആരെങ്കിലും വരണോ? വരണോന്നോ? ആ ഇല്ല, വല്ലാതെ എൻ്റെ ഇവിടെ ഇങ്ങനെ കുടുംബ താമസക്കാരാണെങ്കിൽ എന്നാ ചെയ്യും? ഇവിടെയാ? എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകും. അയ്യോ, എലിക്കുട്ടി പോയി ഞങ്ങൾക്ക് ആരാ ഉള്ളേ? എലിക്കുട്ടി പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളേ? ഞാൻ പോയാലോ? ആ എൻ്റെ വരുന്നവരാലും വരുന്നവരോ? വരുന്നവരും നിങ്ങൾക്കവിടെ ജീവിക്കും. വരുന്നവരോ എന്നാ ശരിക്കും ജീവിക്കാൻ പറ്റുമോ? വരുന്നവരെങ്ങനെയുള്ളവരാന്നാ അറിയുന്നത്? എന്നാ വരുന്നവരേ എങ്ങനെയുള്ളവരാന്ന് അറിയത്തില്ലല്ലോ. അല്ലാതെ ഇവിടെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട പെണ്ണുങ്ങളല്ലേ? ആണോ? അല്ലേ? ഏയ്, ബന്ധത്തിൽപ്പെട്ട പെണ്ണുങ്ങളൊന്നും കയറ്റാൻ കൊള്ളത്തില്ല. പിന്നെ പുറത്തുനിന്ന് പോകണം. ആ, ബന്ധത്തിൽപ്പെട്ടവരെല്ലാം വഴക്കുണ്ടാക്കുന്നവരല്ലേ? ആണോ? ചുമ്മാ പറഞ്ഞതാ കേട്ടോ. ആർക്കറിയാം. ആ, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം. ഏത് വീട്ടിലാ പോകണ്ടേ? ഏത് വീട്ടിലോട്ടാ പോകണ്ടേ? വീട്ടിലോട്ടോ? ആ, എനിക്ക് വീട് വേറെ. ഏത്? അങ്ങോട്ട് പോകും. ഏത്? ഇങ്ങനെ അതിനകത്ത് കിടക്കും. വർത്തമാനം പറഞ്ഞിരുന്ന് കഴിപ്പിക്കുന്ന കേട്ടോ. ചിലപ്പം ഞാനങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അമ്മ കഴിപ്പ് നിർത്തി ഇലയേറ്റ് ഓടും. അതുകൊണ്ട് ഇച്ചിരി വർത്തമാനം. ഇവിടെ ആരാ ഉണ്ടായിരുന്നത്? ഇവിടെ ഏലിക്കുട്ടി. ഏലിക്കുട്ടി. പെണ്ണുങ്ങൾ വന്നപ്പോൾ? ആ, പെണ്ണുങ്ങൾ വന്നപ്പോൾ ഏലിക്കുട്ടി ഉണ്ടായിരുന്നു. ഞാനൊന്നും ഇല്ല. ഉണ്ടായിരുന്നേ. എലിക്കുട്ടി പിന്നെ എവിടെയായിരുന്നു? ഞാൻ വന്നില്ല. ഞാൻ പോകും. എലിക്കുട്ടിയും ജോമോനും ഉണ്ടായിരുന്നു. ചുമ്മാ വായു എന്നൊക്കെ പറഞ്ഞേക്കോ. ആ, അതിന് വായു എന്നാണോ പറഞ്ഞത്? കാര്യമില്ല. ഒത്ത കാര്യമാണ്. ആ, ഇല്ലാത്ത കാര്യമാണോ പറഞ്ഞത്? അവർ വരുമ്പോൾ അറിയാം. ആ, അവർ വരുമ്പോൾ അറിയാം. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിപ്പിക്കുക കേട്ടോ. അതുകൊണ്ടാണ്. അല്ലാതെ അമ്മ പൊതുവെ ഭക്ഷണം കഴിക്കുമ്പോൾ വർത്തമാനം പറയുന്ന ആളാണ്. നിങ്ങൾ മുൻപ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അമ്മ ഇവിടെ ഇല്ലേ? അമ്മ ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുക. അമ്മ ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുക. ചായ? ആ, രാവിലത്തെ കാപ്പി. ചായ? ചായയൊക്കെ കുടിച്ച് രാവിലത്തെ കാപ്പി കുടിക്കുക. രാവിലത്തെ ഭക്ഷണം കഴിക്കുക. കാപ്പിയോ? ആ, എവിടെയാ? ദേ ഈ കസേര ഇരിപ്പുണ്ട്. ഈ കസേര ഇരുന്ന് കഴിക്കുന്നു. ഇവിടെയാണോ? ആ, എൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിക്കുന്നു. അമ്മ അറ്റി കുടിക്കുക? ആ, അമ്മ അതിനകത്ത് കുടിക്കുക. ആ, അതിന് അമ്മയ്ക്ക് അനത്താൻ മേലേ? എന്നിട്ട് എനിക്ക് അമ്മല്ലേ ഇരിക്കുന്നേ? ഇരിപ്പുണ്ടോ? ആ, ഈ കസേര ഇരിക്കുന്ന അമ്മ. തീറ്റയൊക്കെ തിന്നു? പിന്നെ തീറ്റ തിന്നും. താമസിക്കുന്ന എവിടെയാണ് അമ്മ? ആ, താമസിക്കുന്ന എവിടെയാ? അമ്മയ്ക്ക് ആരാ കൂട്ട്? അമ്മയ്ക്ക് ജോമോൻ എന്ന് പറഞ്ഞ മകനാ കൂട്ട്. ജോമോൻ എന്ന് പറഞ്ഞ മകനാ കൂട്ട്. ജോമോനും ജോമോളും മക്കളും. അവരും എവിടെയാണ്? ആ, അവരും കൂടിയാ. കുഴപ്പമില്ലല്ലോ. അതുപോരെ? അതുപോരെ? അതൊക്കെ മതി. അതോ സാബുവിൻ്റെ രൂപയുടെ അടുത്ത് പോകണോ? പഴത്തോടെ. പഴത്തല്ലി. സാബുവിൻ്റെ രൂപയുടെ അടുത്ത് പോകണോ? സാബുവിൻ്റെ രൂപയുടെ അടുത്ത് പോകണോ?
ഇവരെ കൂടെ നിന്നാൽ പോരെ? അവരൊക്കെ വന്ന് കാലാക്കണ്ടേ? ആ, കാലാക്കണം. അവർ കാലാക്കിയല്ലേ? അവർ കാലാക്കിയല്ലേ? കാലാക്കാല അല്ല, അവർ കാലാക്കത്തില്ലേന്ന്. വാരി കഴിക്ക്. അപ്പോൾ എത്ര പേര് വരും? അവർ 4 പേര് വരും. 4 പേര് വരും. 4? ആ, എത്രയും പേര് വേണോ? കുടുംബമായിട്ടാ? ആ, കുടുംബമായിട്ട്. എത്രയും പേര് വേണോ? തള്ളയും തന്തയൊക്കെ ആയിട്ടാ? ആ, എന്നാലേ പറ്റുള്ളൂ. അവർ താമസിക്കണ എവിടെയാ? താമസിക്കുന്നത് ഇവിടെ. ഇവിടെയോ? ആ, കുഴപ്പമുണ്ടോ? ഇവിടെ താമസിക്കുന്നതിന് കുഴപ്പമുണ്ടോ? താമസിക്കുന്നതിന് എന്നാ കുഴപ്പം? ആ, അല്ല, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? മനസ്സിലല്ലേ രാവിലെ? ആ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ചോറും കറിയൊക്കെ ഉണ്ടാക്കണ്ടേ? ചോറും കറിയൊക്കെ ഉണ്ടാക്കണ്ടേ? ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എലിക്കുട്ടിക്ക് പറ്റുമോ? അതൊക്കെ പൈസ മുടക്കി കൊടുത്തു കൊടുക്കും, കാലാക്കി കൊടുക്കും. എലിക്കുട്ടിക്ക് പറ്റുമോ? ഉണ്ടാക്കാൻ എലിക്കുട്ടിക്ക് പറ്റുമോ? ഞാനെൻ്റെ വീട്ടിലോട്ട് പോയി. ആഹാ, അങ്ങനെ പിന്നെ എങ്ങനെയാ അവർ വരുന്നേ? പിന്നെ എന്തിനാ അവർ വരുന്നേ? വീട്ടിലോട്ട് പോയേ. വീട്ടിലോട്ട് പോയാൽ പിന്നെ മറ്റവർ അവരോട് വരണ്ടെന്ന് പറഞ്ഞാൽ പോരെ? എലിക്കുട്ടിയുടെ വീട്ടിലോട്ട് വരാൻ പറയാം. അവരോട് എലിക്കുട്ടിയുടെ വീട്ടിലോട്ട് വരാൻ പറയാം. ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. എനിക്കറിയില്ല. അങ്ങനെ മതിയോ? എലിക്കുട്ടിയുടെ വീട്ടിലോട്ട് വരാൻ പറയാം. എലിക്കുട്ടി അങ്ങ് പോകണ പിന്നെ അവരെന്തിനാ ഇങ്ങനെ വരുന്നത്? ഇവിടെ ആരും ഇല്ലല്ലോ. എലിക്കുട്ടിയുടെ കൂടെ ഞങ്ങളും പോരിയല്ലേ? ഒരു ആക്കേറ്റാണോ പോയത്? ഇവിടെ ആരെ ആക്കേറ്റല്ലല്ലോ പോയത്. ഇവിടെ എലിക്കുട്ടി നിൽക്കുന്നതുകൊണ്ട് ആരെയും ആക്കിയില്ല. എലിക്കുട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് വേറെ ആരും ആക്കിയില്ല. എന്നെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ എലിക്കുട്ടിക്ക് എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്ന് എല്ലാവരും പറഞ്ഞു. നേരാണോ? ഇപ്പം വരുമോ? ആ, ഒരു ഉച്ചയാകുമ്പോൾ വരും. ഇപ്പോഴോ? ഉച്ചയാകുമ്പോൾ. ഉച്ചയായല്ലോ. ഉച്ചയൊന്നും അല്ലേ, രാവിലെ ആയിരുന്നു. രാവിലെ കാപ്പി കുടിക്കുന്നല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഉച്ചയാകുന്നു. ഉച്ച കഴിഞ്ഞിട്ട് എന്താ നേരമായി? ഉച്ച കഴിഞ്ഞൊന്നുമില്ല. ഉച്ചയ്ക്ക് നമ്മൾ പഴവും പുട്ടും കൂടെ ഉപ്പുമാവും കൂടെയാണ് കഴിക്കുന്നത്. കഞ്ഞിയല്ലേ കഴിക്കുന്നത്, ചോറല്ല കഴിക്കുന്നത് ഉച്ചയ്ക്ക്. ഇവിടെ പറയണുണ്ട്. ഇവിടെ വല്ലവരും പറയണുണ്ടോ? വേറെ ആരും പറയുന്നില്ല, നമ്മൾ രണ്ടും ഉള്ളൂ. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒരു വന്നാൽ പിന്നെ പോയി ഇവിടെ കിടക്കും. പിന്നെ അവരിവിടെ കിടക്കും. അവരിവിടെ എലിക്കുട്ടീനെ നോക്കാൻ പറ്റുന്നതല്ലേ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുമോ? ആ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പറ്റുമോ? ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ അവിടെ കിടക്കട്ടെ. അമ്മയും അപ്പനും ഉണ്ടോ? അമ്മയുണ്ട്. അമ്മയുണ്ടെന്നേ. അപ്പനില്ലേ? അപ്പനില്ല. അമ്മയ്ക്ക് പറ്റുമോ ഉണ്ടാക്കി കൊടുക്കാൻ? കഴിക്ക്, അതുകൊണ്ട് കഴിച്ച് തീർക്ക്. കഴിക്കാനേ അത് കഴിക്ക്. ഏതാ കയ്യിലിരിക്കുന്നത്? ഇനി വേണോ? ഇച്ചിരി വേണോ? ഇച്ചിരി തരട്ടെ? ഇച്ചിരി തരട്ടെ? എനിക്ക് വേണ്ട. ഞാൻ വല്ലവരും വരുമ്പോൾ അവർക്ക് കൊടുത്താൽ മതി. ഇച്ചിരി തരാം. എനിക്ക് വേണ്ട. വേണ്ടേ? ആ, ഇനി വരുന്നവർക്ക് കൊടുക്കാം അല്ലേ? എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാൽ മതി. അയ്യോ, വീട്ടിലോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നേ? വീട്ടിലോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നേ? ഏതാ? വീട്ടിലോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നേ? എന്നാ ചെയ്യാനാണ്? എങ്ങനെയാണ് ശരിയാകുന്നതെന്ന്? ശരിയാവണം എന്നാ? ആ, ജീവിച്ചാൽ പോയി. ആ, വീട്ടിൽ ചെന്നാൽ വല്ലവരും വേണ്ടേ? ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? എലിക്കുട്ടി ഒറ്റയ്ക്ക് ജീവിക്കുമോ? ആരാ കാലാക്കി തരുന്നേ? അവരവിടെ കുടുംബമായിട്ട് ജീവിക്കില്ല. ആ, ആര്? ആ, വേസ്റ്റൊക്കെ അതിനകത്തോട്ട് ഗുളിക മരുന്ന്
ആ വെള്ളമാണ്. പിന്നെ വെള്ളം വേണോ ഇനി? വെള്ളമൊക്കെ ഐസ് പോലെയായി. ആ അത് രാവിലെ ചൂടാക്കിയതല്ലേ, ഒത്തിരി ചൂടമ്മയ്ക്ക് പറ്റിയല്ലേ. എല്ലാം തണുത്ത്. ആ ആ മതി. ഇനി അവരൊക്കെ ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുമെന്നേ. ഏ ആ ഇങ്ങോട്ട് വരുമെന്നേ. വരുമോ? പിന്നെ വരും. ഇവിടെ വന്നാണോ കിടക്കാൻ? ആ ഇവിടെ വന്ന് കിടന്നോട്ടെ, കുഴപ്പമുണ്ടോ? ഏ ഇവിടെ വന്ന് കിടക്കുന്നതിന് കുഴപ്പമുണ്ടോ? എനിക്ക് എന്നാ കുഴപ്പം? കുഴപ്പം അതിൻ്റെ ഉടയക്കാർക്കല്ല കുഴപ്പം. അതിൻ്റെ ഉടക്കാരത്ത് എലിക്കുട്ടിയാ. അതിൻ്റെ ഉടക്കാരത്ത് എലിക്കുട്ടിയാ. ഞാനെങ്ങനെയാ? പിന്നെ ആരാ? ഞാനൊന്നും എലിക്കുട്ടിയായി വീട്ടിൻ്റെ ഉടയക്കാരത്തി. എലിക്കുട്ടി കഷ്ടപ്പെട്ട് പണിതല്ലേ. ഞാൻ ഇന്നലെ നാളെ പോയി. എങ്ങോട്ട്? ഏ എങ്ങോട്ട്? എൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ പോകാൻ പറ്റിയല്ല. ഏ അവർ വന്നു കഴിയുമ്പോൾ പോകാൻ പറ്റുമോ? എന്നാ അവർ വന്നു കഴിയുമ്പം പോകാൻ പറ്റുമോ? അമ്മ സമ്മതിച്ചാലോ? അവരെ വന്നു കഴിയുമ്പോഴേ പോകാൻ പറ്റിയല്ലോ. പോകാതിരുന്നാൽ പിന്നെ എന്നാ ചെയ്യും? അവർക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇത് വേറെ ആളില്ല, അവർ വരും. അവരെ വെക്കണം. ആരൊക്കെ? ഇവിടെ വേറെ ഇല്ലേ? നാത്തുമാരും അരിയന്മാരും ഇല്ലെന്ന്. ഇവിടെ ആരും ഇല്ലെന്ന്. ചേട്ടന്മാരും ഇവിടെ ആരും ഇല്ല. ചേച്ചിമാരും ഒക്കെ. അവരൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ അവരുടെ പാട്ടിന് പോയി. അവരൊക്കെ അവരുടെ പാട്ടിന് പോയി. എവിടെ പോയി? അവരോരോ സ്ഥലം വഴി ജോലിക്ക് പോയി. ജോലിക്ക് പോയോ? ആ പുറത്താ? ആ എലിക്കുട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. എലിക്കുട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇനി എന്താ വന്നെ? അവർ നാളെ ഉച്ച കഴിയുമ്പോൾ വരും. ഉച്ച കഴിയുമ്പം വരും. ഇത്ര കഴിയുമ്പോൾ? ആ ഒരാഴ്ച കഴിയുമ്പോൾ? ഉച്ച കഴിയുമ്പോൾ. പിന്നെയും പോയില്ലോ. പിന്നെ പോയില്ല. എലിക്കുട്ടിയുടെ കൂടെ നിൽക്കുവാന്നാ പറഞ്ഞേ. എലിക്കുട്ടിയുടെ കൂടെ നിൽക്കുവാന്നാ പറഞ്ഞേ. പിന്നെ അതേന്നേ, എൻ്റെ കൂടെ നിൽക്കുക. എലിക്കുട്ടീനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാ പറഞ്ഞേ. എലിക്കുട്ടീനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിൽക്കാവോന്നു? എലിക്കുട്ടീനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്? ആ ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് എലിക്കുട്ടി ആ കാര്യത്തെ വരുമ്പോൾ അറിയണം. അതിനാ ഇനി കഞ്ഞിയൊക്കെ ചെയ്യാറുണ്ട് വെക്കണ്ടേ? ആ അതൊക്കെ എപ്പോഴാ? അത് എലിക്കുട്ടിയല്ലേ ചെയ്യുന്നേ. എലിക്കുട്ടിയല്ലേ ചെയ്യുന്നേ. അവർ വന്നിട്ട് വെച്ചാൽ മതിയോ? മതിയോ? അതിന് ചെയ്യുമോ? എനിക്കറിയത്തില്ല. ഇല്ലേ? എനിക്ക് കിട്ട നിങ്ങളെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. ഇല്ല. കഴിക്കോ? കൊണ്ടുവരും. ആ കഴിക്കോ എന്നാ. ഇങ്ങോട്ട് വരുന്നേ. അതൊക്കെ എൻ്റെ പത്രത്തിൻ്റെ കഷ്ണങ്ങളാണ്. അതൊക്കെ പിന്നെ തൂക്കാം, ഒന്നും തുടക്കണ്ട. ആണോ? അടുത്തോ? നേരം വളർത്തിട്ടൊന്ന് കിടക്കാനോ ഇരിക്കാനോ പറ്റും. അതിനാ ഭയങ്കര പണിയായിരുന്നോ? നമുക്ക് പശുവിന് കൊടുക്കാം. മോളി വെച്ചേര്. മോളി വെച്ചേര്, പശുവിന് കൊടുക്കാം. അവിടെ തട്ട വെച്ചേര്. അല്ല ആ തട്ട വെച്ചാൽ മതി. അവിടെ വെച്ചാൽ മതി. അതിനകത്തൊന്നും വെക്കണ്ട. അതിൻ്റെ വെള്ളമുണ്ട് അതിനകത്ത്. അതിനകത്തോട്ട് ഇട്ടാൽ മതി. അമ്മ പാത്രം കഴുകുന്ന കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. ഒന്നും കൂടെ കാണിച്ചേക്കാം കേട്ടോ. അപ്പം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നതാണ് അമ്മയെ കൊണ്ട് കഴിപ്പിക്കുന്നതാണ്. ജോമോള് കൂടെ ഇല്ലെങ്കിൽ ഉള്ള കുഴപ്പമാണ്. അതാ ജാക്കുപ്പട്ടിയാണ്. ജാക്കുപ്പട്ടി. ആ അവൻ നമ്മുടെ ഒച്ചയൊന്നും കേൾക്കാൻ വരാം. വിശപ്പ് തുടങ്ങിയാൽ പിന്നെ അവൻ കാറും. ഇച്ചിരി എന്നേലും തിന്നണം. തിന്ന് കഴിയുമ്പോഴത്തേനും നിർത്തുവാൻ 9 മണിയായിട്ടല്ലേ അവന് കൊടുക്കുള്ളൂ.
വായിൽ വെള്ളം കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നതാണല്ലോ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ചിട്ടവട്ടങ്ങൾക്കൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ചെറിയ ഓർമ്മ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ അമ്മ ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കഴുകാറില്ല, ചില ദിവസങ്ങളിൽ എന്നാൽ മറന്നും പോകുന്നുമുണ്ട്. ചില ദിവസങ്ങളിൽ കൈ കഴുകുന്ന വാഷ് ബേസിനിൽ പോയി കഴുകാറുണ്ട്. ഇന്നിപ്പോൾ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കാപ്പി രാവിലെ കുടിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ട് വന്നില്ല. പൊതുവെ ഉള്ള ബുദ്ധിമുട്ട് ഇന്നില്ലായിരുന്നു. ആദ്യകാലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ചില സമയങ്ങളിലുണ്ട്, ചില സമയങ്ങളിൽ പ്രശ്നമില്ല. ഇപ്പം നന്നായിട്ട് വിശന്നും കൂടിയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ആ കപ്പിനകത്തൊക്കെ വല്ലതും അകത്തൊക്കെ പറ്റിയിരിപ്പുണ്ടോ നോക്കിയിട്ട് അമ്മ നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. വൈകിട്ടെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഈ തട്ടെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിടുന്ന ഒരു പരിപാടിയായിരുന്നു. എന്നിട്ട് 10-10:30 ആകുമ്പോഴേ അമ്മ പോയി കിടക്കുകയുള്ളൂ. അമ്മ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാലത്തെ കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ അമ്മയായി നിൽക്കുന്നത്, ഇവിടുത്തെ അമ്മയായി നിൽക്കുന്നത്, തൈ നിൽക്കുന്നത്. പിന്നെ ആരാ ഇവിടെ താമസിച്ചോണ്ടിരുന്ന എലിക്കുട്ടിയാ. പിന്നെ ആരാ താമസിച്ചോണ്ടിരുന്നത്? എലിക്കുട്ടി അവിടെ താമസിച്ചോണ്ടിരുന്നത്. അവതക്കൊച്ചു എലിക്കുട്ടിയല്ലേ ഇവിടെ താമസിച്ചോണ്ടിരുന്നത് അല്ലേ? അവതക്കൊച്ചു എലിക്കുട്ടിയല്ലേ ഇവിടെ താമസിച്ചോണ്ടിരുന്നത്? അവതക്കൊച്ചു എലിക്കുട്ടി മക്കളുവാ. എന്നാ പറയണതൊന്നും എനിക്ക് മനസ്സിലാവുന്നു ഇല്ലേ? ഒന്നും മനസ്സിലാകുന്നില്ലേ? ഇന്നെ അരയിലോട്ട് വട്ടം കിട്ടിക്കളഞ്ഞേ. ഇച്ചിരി ആരെങ്കിലും നടക്ക്, ഇങ്ങോട്ടും ഇങ്ങോട്ടുമേ. അവിടെ ഒന്നും ആരും വരുന്നില്ല, വാതിലടച്ചിട്ടേക്കുവാ. ചെറിയ നേരം ഇതിൽ നടന്നോ? എവിടുത്തെയാ? ഈ വീട്ടിലെ അമ്മയാ? ഈ വീട്ടിൽ താമസിക്കുന്ന എലിക്കുട്ടിയമ്മ. എലിക്കുട്ടിയമ്മ ഞാനല്ല. പിന്നെ ഏതമ്മയാ? വേറെ പ്രായം ചെന്ന് തള്ളേ. പ്രായം ചെന്ന് തള്ളയോ? വേറെ പ്രായം ചെന്ന് തള്ളയൊന്നും ഇവിടെ ഇല്ല. വേറെ പ്രായം ചെന്ന് തള്ളയൊന്നും ഇവിടെ ഇല്ല. ഇല്ല ഇല്ല, നടക്കാൻ മേല. പ്രായം ചെന്നവർക്ക് നടക്കാവോ? വരും വരും. ആരാ വരണ്ടേ? ആരാ വരേണ്ടത്? വേണ്ടപ്പെട്ടൊരു കുടുംബകാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ആ കുടുംബകാര്യം നടത്താനുള്ളവരാണോ വരണ്ടേ? എത്ര എണ്ണം നോക്കി ചിരിക്കണം. ആ നോക്കി ചിരിക്കട്ടെ. അതുങ്ങളൊക്കെ ഇവിടുന്ന് വെച്ച കൊണ്ടുവന്നാ ഇത്. ഏതാ ഇരിക്കണം. ഇവരെയോ? അവരെ ഇവിടെ ഉള്ളവരല്ലേ? അവരമ്മയുടെ മക്കളല്ലേ? ഇവിടെ ഉള്ളവരാണ്. പിന്നെ അവരെ ഫോട്ടോ എടുത്തല്ലേ? അവരെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന. അവരെ വേറെ ഒന്നും കൊണ്ടുവന്നതല്ല, എലിക്കുട്ടിക്ക് കാണാൻ വെച്ചിരിക്കുന്ന. എലിക്കുട്ടിയുടെ മക്കളെ ഇടയ്ക്ക് ഓർക്കണ്ടേ? ഇല്ലേ? ഒക്കെ വരും. ആ നമുക്ക് കിടന്നോ. ആ എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.